തൊട്ടപ്പുറത്തെ വീടുകളിലോ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളോ ആയോ വെച്ച് ഒരു കുട്ടിയെ കമ്പയർ ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് സ്വന്തം സിബ്ലിങ്സിനെ വെച്ച് ഈ കമ്പാരിസൺ അനുഭവിക്കുന്നത്. ഞാനൊക്കെ വളരെ ചെറുപ്പം തൊട്ട് ഈ ഒരു കാര്യം കേട്ട് തന്നെ വളർന്ന ആളാണ്. അതിപ്പോ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അച്ഛനും അമ്മയും ഒക്കെ ഒരു പരിധിവരെ അത് ചെയ്യാറില്ല, അത് തന്നെ വലിയ ഭാഗ്യം. പക്ഷേ ചുറ്റുപാടും അങ്ങനെയല്ല. അക്കാഡമിക് മികവ് കൊണ്ടും കുഞ്ഞിലെ മുതലേ അവനവന്റെ കാര്യങ്ങൾ കൃത്യമായി തീരുമാനിക്കുന്നതിലുമൊക്കെ അവള് നല്ല മിടുക്കിയ. +2 കഴിഞ്ഞ ഉടനെ കേരളം വിട്ട കുട്ടിക്ക് പല പല ഭാഷാ പരിജ്ഞാനം, എവിടെയും എങ്ങോട്ടും ഒറ്റയ്ക്ക് പോവാനും വരാനുള്ള തന്റെ ഇടം എല്ലാം ഉണ്ട്. എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. ജനിച്ച് 29 വർഷം സ്വന്തം നാട്ടില് കഷ്ടിച്ച് ബസ്സിനോ ട്രെയിനിനോ ഒക്കെ പോയി വരാവുന്നത്ര ദൂരത്തേക്ക് മാത്രമുള്ള എന്റെ വ്യവഹാരങ്ങളെ എന്നും മറ്റുള്ളവര് ചെറുതായിട്ടേ കാണാറുള്ളൂ, പറയാറുള്ളൂ. പക്ഷേ അവളാണെങ്കിൽ എപ്പോഴും എന്റെ പോസിറ്റീവ് സൈഡ് ഇങ്ങനെ പറഞ്ഞ് എന്നെ വഷളാക്കും. അത് വെച്ചാണത്രേ അവളെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഏത്? കുക്കിംഗ്, ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവരോട് സംസാരിക്കുക, ഫാമിലി ഓറിയന്റഡ് ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുക. ഇതൊന്നും പോരാത്തതിന് മെയിൻ പരിപാടി ബോഡി ഷേമിങ്ങും. രണ്ടുപേരും 2 തലങ്ങളിലാണെന്ന് ഞങ്ങൾക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ബോധേഡാവാതെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നുമുണ്ട്. എന്നാലും അതിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ചിലർക്കൊരു രസമാണ്. പക്ഷെ അതൊക്കെ മനസ്സിലേക്ക് എടുക്കുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞു. അതിനെ ഞങ്ങൾ അതിജീവിച്ചു. അനിയത്തി അടിപൊളിയാണെന്ന് ചേച്ചിയും ചേച്ചി സൂപ്പറാണെന്ന് അനിയത്തിയും പരസ്പരം ബൂസ്റ്റ് ചെയ്ത് നടക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി. നമുക്കതിന് സാധിക്കുന്നതിലും വലിയ സന്തോഷം. പക്ഷേ ഓർക്കണം, ചിലപ്പോ നമ്മുടെ ഒരൊറ്റ വാക്കിലോ കളിയാക്കലിലോ ഒരുമയോടെ എന്നും സ്നേഹത്തോടെ പോവേണ്ട കൂടപ്പിറപ്പുകൾ പരസ്പരം ശത്രുക്കളായി മാറാതിരിക്കട്ടെ. ഒരാളെ പോലെ അല്ല മറ്റൊരാളെന്ന് നമുക്കറിയാലോ. പിന്നെ എന്തിനാ വെറുതെ, അല്ലേ?